ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിരാവിലെ തന്നെ ഏരിയൽ എന്ന ചിത്ര അധ്യാപിക മൈക്കിളിൻ്റെയും ഭാര്യ താരയുടെയും വീട്ടിലേക്ക് വരുന്നു. മക്കളായ സാലിയെയും ലൂക്കയും ചിത്രരചന പഠിപ്പിക്കുവാൻ വേണ്ടി. വീട്ടിലെത്തിയപ്പോഴാണ് ഏരിയൻ കാര്യങ്ങൾ അറിയുന്നത്. കുട്ടികൾക്കിന്ന് സ്വിമ്മിംഗ് ക്ലാസ് ഉള്ള വിവരം. തിരികെ പോകുവാൻ ഇറങ്ങിയ ഏരിയാനെ ആഹാരം കഴിക്കുവാനായി മൈക്കിളിൻ്റെ കുടുംബം ക്ഷണിക്കുന്നു. അവരുടെ ക്ഷണം സ്വീകരിച്ച് ഏരിയാൻ അവരോടൊപ്പം ആഹാരം കഴിക്കുവാൻ ഒരുങ്ങുന്നു. ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയിൽ മൈക്കിളിൻ്റെ തമാശയും ഭാര്യയായ താരയെക്കുറിച്ചുള്ള പൊക്കിപ്പറച്ചിലുമെല്ലാമായി മുന്നോട്ടു പോവുകയാണ്. പെട്ടെന്നാണ് ടീച്ചറായ ഏരിയൻ അവിടെ നിന്ന് എണ്ണീച്ചു പുറത്തേക്ക് പോയി ഒരു സിഗരറ്റും കത്തിച്ചു വലിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ മൈക്കിളും കുട്ടികളും. പെട്ടെന്ന് കുട്ടിയായ സാലി ടീച്ചറിനെ പേടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ചെല്ലുന്നു. ചെറിയൊരു സംസാരത്തിന് ശേഷം ടീച്ചറോട് യാത്ര പറഞ്ഞു സാലി പോകുന്നു. പെട്ടെന്ന് മൈക്കിളും പുറത്തേക്ക് വരുന്നു. ടീച്ചറിനോട് കാര്യങ്ങൾ തിരക്കി മൈക്കിളും പുറത്തേക്ക് പോകുന്നു. മൈക്കിളും കുട്ടികളും പോയെന്ന് ഉറപ്പുവരുത്തി താര പുറത്തേക്ക് വരുന്നു. വിഷമിച്ചിരിക്കുന്ന ടീച്ചറിനെ സമാധാനിപ്പിച്ച് താര വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. ടീച്ചറായ ഏരിയാനും മൈക്കിളിൻ്റെ ഭാര്യയായ താരയും വളരെ നാളുകളായി പ്രണയബന്ധത്തിലാണ്. താരയുടെ നിർദ്ദേശപ്രകാരമാണ് ഏരിയാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ടീച്ചർ കുപ്പായമിട്ടതും ഇവിടെ സ്ഥിരമായി വരുന്നതും. ഇന്ന് കുട്ടികൾ സ്വിമ്മിംഗ് ക്ലാസ് ഉള്ള വിവരം നേരത്തെ തന്നെ താര ടീച്ചറിനെ അറിയിച്ചിരുന്നു. അങ്ങനെ താരയുടെയും ഏരിയാൻ്റെയും പ്ലാനിങ് പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഇപ്പോൾ വീട്ടിൽ അവർ രണ്ടുപേരും മാത്രം. അടക്കി വച്ചിരിക്കുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും പരസ്പരം രണ്ടുപേരും പ്രകടിപ്പിക്കുന്നു. കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. പെട്ടെന്നാണ് മൈക്കിൾ അകത്തേക്ക് കടന്നു വരുന്നത്. ആരോ വരുന്നെന്ന് മനസ്സിലാക്കിയ താര ടീച്ചറിനെ അലമാരയിൽ ഒളിപ്പിക്കുന്നു. സ്ത്രീയായിരിക്കുന്ന ടീച്ചർ അലമാരയുടെ വാതിൽ പതിയെ തുറന്ന് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ വീക്ഷിക്കുന്നു. ഈ നിമിഷം ഭാര്യയ്ക്ക് വെള്ളമെടുക്കുന്നതിനായി മൈക്കിൾ അടുക്കളയിലേക്ക് പോകുന്നു. താര പെട്ടെന്ന് തന്നെ ടീച്ചറിനെ നോക്കുന്നു. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഒരു കാരണവശാലും അവിടെ നിന്ന് പുറത്തു വരല്ലെന്ന് താര തൻ്റെ കണ്ണുകൾ കൊണ്ട് ടീച്ചറിനെ ആംഗ്യം കാണിക്കുന്നു. പെട്ടെന്ന് മൈക്കിൾ വെള്ളവുമായി അവിടേക്ക് വരുന്നു. വളരെയധികം വിഷമിച്ചിരിക്കുന്ന താരയുടെ മുഖം കണ്ട് മൈക്കിൾ കാര്യങ്ങൾ തിരക്കുന്നു. താൻ ജീവിതത്തിൽ വളരെയധികം സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവളെ തൻ്റെ സ്നേഹം കൊണ്ട് സമാധാനിപ്പിക്കുവാൻ മൈക്കിൾ ശ്രമിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ടീച്ചർ അവരുടെ പഴയ കാലം ഓർക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു പിടിയും ടീച്ചർക്ക് കിട്ടുന്നില്ല. പെട്ടെന്നാണ് കുട്ടികൾ തങ്ങളുടെ സ്വിമ്മിംഗ് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അവിടേക്ക് വരുന്നത്. കുടുംബമെല്ലാം ഒത്തുചേർന്നപ്പോൾ വീണ്ടും സന്തോഷമുള്ള നിമിഷങ്ങൾ. ഇതെല്ലാം കണ്ടുകൊണ്ട് ടീച്ചർ അലമാരയുടെ വാതിലിലൂടെ നോക്കുകയാണ്. അവൾക്ക് ആകെ ഒരു കുറ്റബോധമുണ്ടാകുന്നു. താൻ കാരണം ഇനി ഈ കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടരുതെന്ന് അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നു. അതോടൊപ്പം താര തന്നെ ചതിക്കുകയാണോ എന്നൊരു സംശയവും ടീച്ചറായ ഏരിയാൻ ഉണ്ടാകുന്നു. അങ്ങനെ താരയും കുടുംബവും ബെഡ്റൂമിൽ നിന്ന് ഹാളിലേക്ക് പോകുന്നു. ഈ നിമിഷം ടീച്ചർ തങ്ങളുടെ പഴയ കാലങ്ങൾ ഓരോന്ന് ഓർക്കുന്നു. വളരെയധികം വിഷമിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഏരിയാൻ്റെ അടുക്കലേക്ക് താര വന്ന് പോകുവാൻ പറയുന്നു. ഈ നിമിഷം ടീച്ചർ ആരുടെയും കണ്ണിൽ പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മൈക്കിളിനെയും കുട്ടികളെയും പുറത്തു പറഞ്ഞു വിട്ടതിന് ശേഷം താര ടീച്ചറിനെ തിരക്കി റൂമിലേക്ക് വരുന്നു. എന്നാൽ ഇനിയും ഒരിക്കലും നമ്മൾ കാണില്ല എന്നൊരു കത്ത് മാത്രം താരയ്ക്ക് കിട്ടുന്നു. വളരെയധികം വിഷമത്തിലാകുന്ന താര. ശുഭം. ഈ വീഡിയോ മുഴുവനായി കാണുന്നതിന് താഴെ കാണുന്ന ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യൂ. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.